സോ നമുക്ക് ഇന്ന് ജസ്റ്റ് ഒരു ബേസിക് കുറച്ച് ഓർഗനൈസിങ് സെക്ഷൻ്റെ ഒരു സെക്ഷനാണ്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ എസ്പെഷ്യലി ഡിജിറ്റലിനകത്ത് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി. സോ ബേസിക്കലി നമുക്ക് ഒരുപാട് ഫയൽസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യണം. സോ നമുക്ക് ബേസിക്കലി സാധനങ്ങളെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, സോ ഇത് ബേസിക്കലി നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പാര എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യാറ്. സോ പാര ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് എ പ്രൊജക്റ്റ് ആണ്. ഓക്കെ, സോ പ്രൊജക്റ്റ്, ഈ പ്രൊജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കറന്റ്ലി വർക്ക് ചെയ്യുന്ന എന്ത് സാധനങ്ങളും നമുക്ക് വേണ്ടി അതൊരു പ്രൊജക്റ്റാണ്. എന്തും ഇപ്പം നമ്മൾ എന്താ പഠിക്കുന്നത്, SEO ആണ് പഠിക്കുന്നത്. SEO ഒരു പ്രൊജക്റ്റ് ആണ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ പഠിക്കുന്നത് SEO ഒരു പ്രൊജക്റ്റ് ആണ്. SEOനകത്ത് നമ്മളിപ്പോൾ എന്താ പഠിക്കുന്നത്, കീവേഡ് റിസർച്ച്. സോ കീവേഡ് റിസർച്ച് നമുക്ക് എന്താണ്, ഒരു പ്രൊജക്റ്റ് ആണ്. മീൻസ് പ്രൊജക്റ്റിന്റെ സബ് പ്രൊജക്റ്റ് ആണ്. ഫോൾഡറിന്റെ ഉള്ളിൽ ഫോൾഡർ, ഇതെല്ലാം ഫോൾഡർ പോലെ ആയിരിക്കും വരിക. പ്രൊജക്റ്റിന് ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. ആ ഫോൾഡറിനകത്ത് ഒരു ഫോൾഡർ എന്തായിരിക്കും, SEO ആയിരിക്കും. അതിനകത്ത് ഒരു ഫോൾഡർ എന്തായിരിക്കും, കീവേഡ് റിസർച്ച് ആയിരിക്കും. സോ എവറി ഫയൽസ് നിങ്ങൾ എവിടെ മാനേജ് ചെയ്യുന്ന സമയത്ത് വി വിൽ ബി മാനേജിങ് ഇൻ ദിസ് 4 ടേമിനകത്തായിരിക്കും മാനേജ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ കംസ് ലൈക്ക് ഇപ്പം കീവേഡ് റിസർച്ച് പ്രൊജക്റ്റ് കഴിഞ്ഞ്, സോ വൺസ് പ്രൊജക്റ്റ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ലൈക്ക് ഓരോ സാധനത്തിന് ഏരിയയിലേക്ക് നമ്മൾ മാറ്റും. ഏരിയയിലേക്ക് എന്തായിരിക്കും, SEOക്ക് വേണ്ടി ഒരു ഏരിയ ഉണ്ടായിരിക്കും. ആ ഏരിയനകത്ത് ഇപ്പം കീവേഡ് റിസർച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീവേഡ് റിസർച്ചിന്റെ ഒരു ഏരിയ ഉണ്ടായിരിക്കും. സോ ഈ കഴിയുന്ന ഡാറ്റാസ് നമ്മൾ എന്താ ചെയ്യും, ഏരിയയിലേക്ക് മാറ്റും. പ്രൊജക്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മാത്രമേ നമ്മൾ അതിനെ പ്രൊജക്ട് യൂസ് ചെയ്യത്തുള്ളൂ. വേറെ എല്ലാ സാധനം നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന സാധനങ്ങളെല്ലാം ഏരിയയിൽ. ഓക്കെ, സി ഏരിയ നമ്മൾ കറന്റ്ലി എന്ത് ഏരിയ ആവാം. ഓക്കെ, സി ഇത് ഓൺലി ഡിജിറ്റൽ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം. ലൈക്ക് ഏരിയനകത്ത് നിങ്ങളുടെ ഹെൽത്ത് ആവാം, നിങ്ങളുടെ ഫിനാൻസ് ആവാം, നിങ്ങളുടെ ഓരോ സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഓരോ ഫോൾഡർ സെക്ഷൻസിന് വേണ്ടി നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, പ്രൊജക്റ്റിനകത്ത് നമ്മൾ ഫിനിഷ് ചെയ്ത സാധനങ്ങളായിരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഏരിയയിലേക്ക് മാറ്റാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻ ഷോർട്ട് ലൈക്ക് ഇപ്പോൾ SEO പഠിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഒരു റിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്, ഏരിയയിലാണ് പോയിട്ട് നോക്കേണ്ടത് എന്തൊക്കെ വർക്കാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്, നിങ്ങളുടെ ഫയലെല്ലാം എവിടെയാണ്. എവറിത്തിങ് വിൽ ബി ദ സേവ്ഡ് ഓവർ ദെയർ. ഓക്കെ, തേർഡ് ആണ് റിസോഴ്സസ്. ഇതാണ് റിസോഴ്സസ്, ഇത് ഏരിയ ആണ്, ഏരിയ. സോ തേർഡ് ആണ് റിസോഴ്സസ്. റിസോഴ്സസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സോ വട്ട് എവർ ലേണിങ്ങിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ SEO പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ കീവേഡ് റിസർച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിസോഴ്സസിന്റെ ആവശ്യം വരും. കീവേഡ് റിസർച്ചിന്റെ സമയത്ത് നിങ്ങൾ ഒരുപാട് റിസോഴ്സസിനെ റിഫർ ചെയ്യും. സോ റിസോഴ്സ് 1, റിസോഴ്സ് 2, റിസോഴ്സ് 3, മേ ബി ആർട്ടിക്കൽ ആവാം, വീഡിയോസ് ആവാം, മൾട്ടിപ്പിൾ സാധനങ്ങളാവാം. അതിനെല്ലാം നിങ്ങൾ എവിടെ, റിസോഴ്സിനകത്തായിരിക്കും മെയിൻറ്റെയിൻ. ഗോട്ട് ഇറ്റ്? ഇനി എവറിത്തിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സാധനമാണ് ആർക്കൈവിന് പറയുന്ന സാധനം. നമ്മളൊന്നും ഡിലീറ്റ് ചെയ്യില്ല, ജസ്റ്റ് ഈ ഫോൾഡറിലേക്ക് മാറ്റുക മാത്രം ചെയ്യുക. ഓക്കെ, നമ്മൾ ശരിക്കും ഡിലീറ്റ് ചെയ്യുന്നില്ല, സാധനം അവിടെ തന്നെ ഉണ്ട്. സോ ഇൻ ഫ്യൂച്ചറിനകത്ത് നമുക്ക് എപ്പോഴേലും ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യും, ആ ആർക്കൈവിനകത്ത് നിന്നായിരിക്കും ആ സാധനത്തിനെ നമ്മൾ റിക്കവർ ചെയ്ത് എടുക്കുക. ഓക്കെ, അത് ബേസിക്കലി അതിന് വേണ്ടി ആയിരിക്കും. സോ നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും, അതിനകത്ത്. സോ നിങ്ങളുടെ പ്രൊജക്റ്റ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ഫയൽസ് കറന്റ്ലി നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നത് അത് മാത്രമായിരിക്കും പ്രൊജക്ട്സിനകത്ത് പോകാൻ പോകുന്നത്. സോ ഈ പാര സ്റ്റൈൽ ആണ് നിങ്ങൾക്ക് എവ്രിവെയർ ഫോളോ ചെയ്യേണ്ടത്. എവ്രിവെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിനകത്ത്, നിങ്ങളുടെ എന്താ പറയുന്ന ഫോൾഡേഴ്സിനകത്ത് അതേപോലെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഡ്രൈവിനകത്ത് അതേപോലെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. എവ്രിവെയർ നോട്ട്സിനകത്ത് എല്ലായിടത്തും നിങ്ങൾ അതേപോലെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഈ പാര കോൺസെപ്റ്റിനകത്ത് നിങ്ങൾ നോക്കുക, ഇത് സെക്കൻഡ് ബ്രെയിൻ ആണ് ഇതിനെ പറയാറ്. ഇത് സെക്കൻഡ് ബ്രെയിൻ കോൺസെപ്റ്റ് ആണ്. സെക്കൻഡ് ബ്രെയിൻ, ഹൗ ടു ആഡ് ദിസ് പർട്ടിക്കുലർ സെക്കൻഡ്. സോ ഫസ്റ്റ് നമ്മൾ ഡ്രൈവിനകത്ത്, സോ ഗൂഗിൾ ഡ്രൈവ് എടുക്കാം. സോ ഗൂഗിൾ ഡ്രൈവ്, see my everything is managed on this project, area, resources, archive. ആ സെക്ഷന്റെ ഉള്ളിലാണ് വേറെ എല്ലാ സാധനങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ പ്രൊജക്ട്സിനകത്ത് പോവുകയാണെങ്കിൽ കറന്റ്ലി ഞാൻ ഏതേത് പ്രൊജക്റ്റിലാണ് ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നത് ആ പ്രൊജക്റ്റിന്റെ ഫോൾഡേഴ്സ് മാത്രമേ അവിടെ കാണൂ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് ഈവൻ ദോ ലൈക്ക്
പ്രൊജക്ട് എന്തും ആവാം. ലൈക്ക് ഐ എം വർക്കിംഗ് ഓൺ മൈ വെയിറ്റ് ലോസ്, ദാറ്റ് ഈസ് ഓൾസോ മൈ പ്രൊജക്ട്. എന്തും ആവാം. ഗെറ്റിംഗ് മൈ പോയിന്റ്? സോ നിങ്ങൾക്ക് അതാ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങളുടെ ഒരു പ്രോപ്പർ ഓർഗനൈസിങ് ആണ്. ലൈക്ക് ഇത് എന്തിലും ആവാം. ലൈക്ക് ഇതിപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ച്, ദിസ് ഇസ് മൈ ഫോൾഡർ സെക്ഷൻ. നിങ്ങൾക്ക് സാധനങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് ഫോൾഡർ ആയിട്ട് സെയിം വേസിനകത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ മാനേജ് ചെയ്തിട്ടില്ല, ബട്ട് യു ക്യാൻ മാനേജ് ദിസ് ഫോൾഡർ ഓൾസോ. ഇതിപ്പോൾ ഇതെന്താണ് പറഞ്ഞാൽ ഏത് സൈറ്റ്സും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പം ഞാൻ ഇതിനെ ബുക്ക് മാർക്ക് ചെയ്യാണ്. സോ ലെറ്റ്സ് ബുക്ക് മാർക്ക്, ഓപ്പൺ ഇറ്റ്. ഇവിടെ നിന്ന് ഞാനത് ബുക്ക് മാർക്ക് ചെയ്യാണ്. സോ ബുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് സോ ബുക്ക് മാർക്ക് ആഡഡ്, ഇതുണ്ടോ ഇവിടെ ഫോൾഡർ വരും. സോ ഐ ക്യാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ചൂസ് അനദർ ഫോൾഡർ. സോ അനദർ ഫോൾഡർ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റൈലിനകത്ത് തന്നെ നമുക്ക് 4 ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് നമ്മുടെ എന്തായിരിക്കും, പ്രൊജക്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ നമുക്ക് ഒരു വട്ടം കൂടെ പ്രൊജക്റ്റായി. പിന്നെ നമുക്ക് അടുത്ത ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ഏരിയ. സോ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ബ്രെയിൻ ഇതിൻ്റെ പേര് കൊടുത്തിട്ട് അതിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ബ്രെയിൻ അതിൻ്റെ അണ്ടറിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊജക്ട്. സെക്കൻഡ് ബ്രെയിനിൽ വീണ്ടും വരിക, ഏരിയ. നെയിം ഒരു വട്ടം കൂടെ കൊടുക്കുക, ഏരിയ. സെക്കൻഡ് ബ്രെയിനകത്ത് പുതിയൊരു ഫോൾഡർ, സോഴ്സസ്. Last one, that is archive. Okay, ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് this is my second brain. So let's save it. So ഞാൻ ഇവിടുന്ന് വന്നിട്ട് ഐ ക്യാൻ ജസ്റ്റ് സെക്കൻഡ് ബ്രെയിൻ ഫോൾഡറിനെ ഡ്രാഗ് ചെയ്തിട്ട് ഫസ്റ്റിൽ തന്നെ കൊണ്ടുപോയിടാം. ദിസ് ഇസ് മൈ സെക്കൻഡ് ബ്രെയിൻ. സോ ഈ സൈറ്റിനകത്ത് ഇപ്പം ഞാൻ പ്രൊജക്റ്റിനകത്തോട്ട് ആഡ് ചെയ്യണമെങ്കിൽ പ്രൊജക്റ്റിനകത്തോട്ട് ആഡ് ചെയ്യാം. സോ ഇപ്പോൾ ഈ പ്രൊജക്റ്റിനകത്തായിരിക്കും. സോ പ്രൊജക്റ്റിനകത്ത് എനിക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ അഗൈൻ ക്രിയേറ്റ് എ പ്രൊജക്റ്റിനകത്ത് തന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ആഡ് എ ഫോൾഡർ. സോ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം എൻ്റെ ന്യൂ ഫോൾഡറിൻ്റെ പേര് vibinnair.com ആണെങ്കിൽ I will just add a new folder. ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത്, ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഫോൾഡർ ആഡ് ചെയ്തു. എനിക്ക് ഈ ലിങ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അങ്ങോട്ട്. സോ എവറിത്തിങ് ഈസ് ഞാൻ ഈ 4 സ്റ്റേജസിനകത്തോട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു സെക്ഷൻ പറഞ്ഞത്, മാനേജിങ് ഡേ. ഇപ്പം ഞാൻ നോട്ട്സ് എടുക്കുവാണ്. സോ ദിസ് ഇസ് മൈ നോട്ട്സ് ടേക്കിംഗ് ആണ്. സോ ഞാൻ എൻ്റെ ലേണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെക്ഷൻസ് ആണ്. സോ യു ക്യാൻ അഗൈൻ സീ ദാറ്റ് പ്രൊജക്ട്, ഏരിയ, റിസോഴ്സസ്, ആർക്കൈവ്. സോ ഓൾ ദ സെക്ഷൻസ് ഇതിനകത്ത് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്, കംപ്ലീറ്റ് സെക്ഷൻസ്. പിന്നെ ഞാൻ മാനേജ് ചെയ്യുന്നത് നോഷൻ ആണ് ഞാൻ യൂസ് ചെയ്യാറ് നോട്ട്സിന് വേണ്ടി. സോ നോഷൻ ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് നോഷനകത്തോട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മളടുത്ത് ക്ലൗഡിനകത്ത് സേവ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ. ബിക്കോസ് നമ്മൾ മോസ്റ്റ്ലി വർക്ക് ചെയ്യാൻ പോകുന്ന ഗൂഗിൾ ഷീറ്റും ഗൂഗിൾ ഡോക്കും സ്ലൈഡ്സിൻ്റെ പുറത്താണ്. സോ ഒരുപാട് ഷീറ്റ്സ് ആവുന്നു. നിങ്ങളിത് എങ്ങനെ മാനേജ് ചെയ്യും? സോ ഇപ്പം ഞാനിത് എൻ്റെ നോഷനകത്തോട്ട് വരുവാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് സെക്കൻഡ് ബ്രെയിനിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ കലണ്ടറാണ്. സോ വാട്ട് എവർ ദ ആക്ടിവിറ്റി ഐ ഡു ബേസ്ഡ് ഓൺ മൈ കലണ്ടർ. സോ കലണ്ടറിനകത്ത് ഓൾറെഡി എവറിത്തിങ് വിൽ ബി പ്ലോട്ടഡ്. ലൈക്ക് ഇന്നത്തെ മൊത്തം ദിവസം കലണ്ടറിനകത്ത് പ്ലോട്ടഡ് ആയിരിക്കും. ഓക്കെ, വാട്ട് ആർ ദ തിങ്സ് ആർ ദെയർ. ഓക്കെ, സോ ഈവൻ ഇൻക്ലൂഡിങ് ലഞ്ച് ടൈം, മോളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം, എവറിത്തിങ് വിൽ ബി ദെയർ. ഓക്കെ, ദാറ്റ്സ് ദ കലണ്ടർ പോയിന്റ് ഓഫ് സെക്ഷൻസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മളവിടെ എവറിത്തിങ് ലൈക്ക് നമ്മുടെ മൊത്തം വർക്ക് ഒരു ഓർഗനൈസ്ഡ് വേ ആയിരിക്കും. നത്തിങ് ലൈക്ക് ഒരു നിങ്ങൾക്ക് പേഴ്സണൽ വർക്ക് ടാസ്ക് അങ്ങനെയൊന്നുമില്ല. ഓൺലി തിങ് ഇസ് നിങ്ങൾക്ക് ഒരു റിമൈൻഡർ ആണ്. സോ അഗൈൻ യു ക്യാൻ കം ഹിയർ പ്രൊജക്ട്, ഏരിയ, റിസോഴ്സസ്, ആർക്കൈവ്, എവറിവെയർ. ലൈക്ക് വെയർ ഐ മാനേജ് തിങ്സ്. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. സോ എനിക്ക് എക്സാക്ട്ലി ഓർമ്മ ഉണ്ടായിരിക്കും എവിടെയാണ് ആ ഫയൽ കടക്കാൻ സാധ്യതയുള്ള എവിടെയാണ്.
ഓൾറെഡി നമ്മളിപ്പോൾ ക്ലയന്റ് വന്ന് പോയി, ലൈക്ക് ഒരു 2-3 കൊല്ലത്തെ ക്ലയന്റ് ആയി. ഒബ്വിയസ്ലി ആ ക്ലയന്റ് എവിടെയായിരിക്കും കിടക്കുക? ഒന്നെങ്കിൽ ആർക്കൈവിനകത്തായിരിക്കും, അല്ലെ ഏരിയനകത്ത്. ക്ലയന്റ് പോയി കഴിഞ്ഞാൽ നമ്മളത് ക്ലയന്റിന്റെ വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് 2 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചും വരാം. സോ ഞാൻ ആ സാധനം എടുത്തിട്ട് ആർക്കൈവിനകത്ത് ഇടുന്നത്. സോ ആ സാധനങ്ങളെല്ലാം തപ്പാൻ ഞാൻ എവിടെ പോകും? ആർക്കൈവിനകത്ത്. കറന്റ്ലി റണ്ണിങ് ക്ലയന്റ് ആണ്, അല്ലെ പിന്നെ കറന്റ്ലി പ്രൊജക്ട് ആണ്. ഇപ്പം പ്രൊജക്ടിനകത്ത് ഇപ്പം SEO കഴിഞ്ഞ് കഴിഞ്ഞ സാധനം ഞാൻ എങ്ങോട്ട് മാറ്റും? ഏരിയയിലേക്ക് മാറ്റും, ബിക്കോസ് ഇപ്പം നെക്സ്റ്റ് സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. സോ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ യു നീഡ് ടു ബി ഓർഗനൈസ് എവറിത്തിങ്ങിനകത്ത്. നിങ്ങളൊരു പ്രോപ്പർ ഓർഗനൈസേഷനകത്ത് ഫയൽസ് സേവ് ചെയ്യുക, ഡോക്യുമെന്റ്സ് സേവ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ് വഴി ഒരുപാട് അസൈൻമെന്റ്സ് വന്നിട്ടുണ്ട്. സോ അതെല്ലാം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു അസൈൻമെന്റ് സെഗ്മെന്റ്സിനകത്ത് സേവ് ചെയ്യേണ്ടി വരും. സോ നോഷൻ ഫ്രീ ആണ്. സോ യു ക്യാൻ ക്രിയേറ്റ് എ നോഷൻ അക്കൗണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പ്രൊജക്ട് ഏരിയ റിസോഴ്സസ് ആർക്കൈവ്. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി നമ്മൾ ഫോൾഡർ ഉണ്ടാക്കുന്ന ന്യൂ സെക്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ന്യൂ ഫോൾഡറിൻ്റെ ഒരു പേര് കൊടുക്കാം. ജസ്റ്റ് ഫോർ ഇപ്പോൾ സാമ്പിൾ ആണ്, സാമ്പിൾ സെക്കൻഡ് ബ്രെയിനിന്. ഇതാണ് എൻ്റെ ഫോൾഡർ. സോ ഐ വിൽ കം ടു മൈ ഡ്രൈവ്. ഇതിപ്പോൾ ഫയൽസ് സെലക്ട് ചെയ്തത് കൊണ്ടാണ്, ഓർ ഐ ക്യാൻ സെലക്ട് മൈ ഫോൾഡേഴ്സ്. ഇപ്പോൾ സെക്കൻഡ് ബ്രെയിനിന് പറഞ്ഞിട്ട് ഒരു ഫോൾഡേഴ്സ് വന്നു. ഹോമിനകത്ത് തന്നെ ഇത് കാണണമെങ്കിൽ ഹോമിനകത്ത് തന്നെ ഇത് ഫോൾഡേഴ്സ് ക്ലിക്ക് ചെയ്താൽ മതി. സോ യു ക്യാൻ സീ ദാറ്റ് ഓൾ ദ ഫോൾഡേഴ്സ്. ഓക്കെ, ഇനിയിപ്പം നമ്മളിപ്പോൾ സെക്കൻഡ് ബ്രെയിൻ ആണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ അടുത്ത ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഐ വിൽ കം ടു ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ട് ഐ ക്യാൻ അഗെയിൻ ക്രിയേറ്റ് എ സബ് ഫോൾഡർ. ഇതിപ്പോൾ എന്തായിരിക്കും? പ്രൊജക്റ്റ് ആയിരിക്കും. സോ പ്രൊജക്റ്റ്. ഇനി അതേപോലെ തന്നെ അടുത്ത ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്താലും ന്യൂ ഫോൾഡർ ആഡ് ചെയ്യാൻ പറ്റും. ഏരിയ, അഗെയിൻ റൈറ്റ് ക്ലിക്ക്, റിസോഴ്സസ്, ലാസ്റ്റ് ആർക്കൈവ്. സോ ഏരിയ, പ്രൊജക്ട്, റിസോഴ്സസ്, ആർക്കൈവ്. സോ 4 സാധനങ്ങളാണ് നമുക്കിവിടെ മേജറായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന സെക്ഷൻ. സോ ഇതാണ് ബേസിക്കലി എന്താ പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫോൾഡേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഇനിയിപ്പോൾ നമുക്കൊരു ഡോക്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓർത്തോ. സോ ഈ നമ്മളിപ്പം ഡോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ docs.new എടുക്കാം. ഇങ്ങനെ ഒരു പുതിയ ഡോക്സ് ക്രിയേറ്റ് ആവും. ഓക്കെ, സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ ന്യൂ ഡോക്ക്. ഓർ നിങ്ങൾ ഡ്രൈവിനകത്ത് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവിനകത്തു നിന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം ഞാൻ എന്താ ചെയ്തേക്കുന്നത്? ന്യൂ ഡോക്ക് എടുത്ത docs.new. ഓക്കെ, സോ doc.new ഇതിനൊരു പേര് കൊടുക്കണം. സോ നമ്മൾ എപ്പോഴും പേര് കൊടുക്കുന്നത് ഇവിടെയാണ്. സോ ലെറ്റ്സ് വിപിൻ നായർ എന്ന് പറഞ്ഞ് ഞാൻ ഇതിന് പേര് കൊടുത്ത്. സോ വിപിൻ നായർ പ്രൊജക്ട് 1. ഞാൻ പേര് കൊടുത്ത് നോട്ട്സിന്, ഷീറ്റിന്, ഡോക്കിന്. ഇനിയിപ്പോൾ ഡോക്കിനകത്ത് വേറെ ഫീച്ചേഴ്സ് ഉള്ളത് ഷെയർ ചെയ്യുന്ന ഫീച്ചേഴ്സാണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഫീച്ചേഴ്സാണ്. വെൻ യു ആഡ് ഷെയർ, സോ ഒരാൾക്ക് നമ്മൾ ഡോക്കിനകത്ത് എന്തിനാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ക് ഭയങ്കര കൊളാബറേറ്റീവ് ആണ്. നമ്മൾ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കും, ക്ലയൻറ്റിന് കമൻറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കും, ഫീഡ്ബാക്ക് കൊടുക്കും. അങ്ങനത്തെ ഓപ്ഷൻസ് ക്ലയൻറ്റിന് കൊടുക്കുന്ന സമയത്ത് ക്ലയൻറ്റിന് എന്താ ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ വ്യൂ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഈ 3 ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. സോ നോർമൽ സിനാരിയോനകത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് എപ്പോഴും എനിവൺ വിത്ത് ദ ലിങ്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. എന്നാലും മാത്രമേ അവർക്കത് കാണാൻ പറ്റൂ. ഇപ്പം ഇത് ഏതായാലും, ഷീറ്റ് ആയാലും സ്ലൈഡ് ആയാലും ഡോക്ക് ആയാലും എല്ലായിടത്തും ഇത് മൈക്രോസോഫ്റ്റ് ഡോക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഗൂഗിളിൻ്റെ ഷീറ്റ് വർക്ക് ചെയ്യുന്നത്, ആസ് എ എക്സൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ PPT എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് ഇവിടെ സ്ലൈഡ്സ് വർക്ക്. ഓക്കെ, പവർ പോയിന്റ്. സോ ഡൺ. എപ്പോഴും കമൻറ്ററിനകത്താണ് നിങ്ങളിത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പം ഈ സാധനത്തിന് നമുക്ക് ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്യണം. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് മൂവിന്. സോ ക്ലിക്ക് ഓൺ ദ മൂവ്. സോ മൂവിന് ചോദിക്കുമ്പോൾ അവർ എങ്ങോട്ടാണ് മാറ്റേണ്ടതിന് ഓപ്ഷൻസ് നമുക്ക് കാണിക്കും. ലൈക്ക് വിച്ച് പ്ലേസിലേക്കാണ് ഇതിനെ മൂവ് ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി നമ്മളിത് പ്രൊജക്റ്റിലേക്കാണ് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ വരിക, സെക്കൻഡ് ബ്രെയിനിനകത്തോട്ട് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക.
ഡയറക്റ്റ് അങ്ങോട്ട് ഞാൻ മൂവ് ചെയ്തിട്ടില്ല. ഇതിനകത്തുനിന്ന് ഞാൻ പ്രൊജക്റ്റിലേക്കാണ് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഐ വിൽ ഗോ ടു പ്രൊജക്ട്. ബട്ട് ഇവിടെ എനിക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഐ വിൽ ജസ്റ്റ് ക്രിയേറ്റ് എ നോട്ട്സ് ആൻഡ് ദെൻ ഐ വിൽ ആഡ് ഇൻ ടു ദിസ് ഫോൾഡർ. സോ ഇവിടെ ആയിരിക്കും ഞാൻ മൂവ് ചെയ്യാൻ പോകുന്നത്. ഗോട്ട് ഇറ്റ്? ഞാൻ അത്ര ഒരു ഓർഗനൈസ്ഡ് വേയിലാണ് ഇതിനെ മൂവ് ചെയ്തത്. നൗ യു ക്യാൻ കം ഹിയർ. നമ്മുടെ ഫോൾഡറിനകത്തോട്ട് ഫോൾഡേഴ്സ് മാത്രം എടുക്കുക. സാമ്പിൾ സെക്കൻഡ് ബ്രെയിൻ എടുക്കുക. നമ്മൾ പ്രൊജക്ട്സിനകത്താണ് ഇട്ടത്, പ്രൊജക്റ്റിൽ എടുക്കുക. നോട്ട്സ് എടുക്കുക. ഇതാണ് നമ്മുടെ ഫോൾഡർ ഫയൽസ്. ഹാവ് സീൻ ലൈക്ക് എത്ര ഓർഗനൈസ്ഡ് വേയിലാണ് നമ്മൾ ഈ സെക്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഡോക്ക് അങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്. സോ ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ഷീറ്റ് യു ക്യാൻ കം ഹിയർ. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഗൂഗിൾ ഷീറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ സെയിം ഗൂഗിൾ ഷീറ്റിൻ്റെ ഫങ്ഷണാലിറ്റി സെയിം തന്നെയാണ്. ഇവിടെ വരിക, ഇതിന് നെയിം ഒരെണ്ണം നെയിം കൊടുക്കണം. നമ്മൾ നെയിം എപ്പോഴും ഇവിടെയാണ് കൊടുക്കേണ്ടത്. നെയിം, ഷെയർ, പ്രോസസ്, റെസ്ട്രിക്ഷൻസ് മാറ്റിയിട്ട് എനിവൺ വിത്ത് ദ ലിങ്ക് ക്യാൻ വ്യൂ, കമന്റ്, എഡിറ്റ്, ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും അവർക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ വി ക്യാൻ പുട്ട് ആൻ ദ എഡിറ്റർ. ഡൺ. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഷീറ്റ് നമ്മൾ എന്താ ചെയ്യും? സെക്കൻഡ് ബ്രെയിനകത്തോട്ട്, പ്രൊജക്ട്സിനകത്തോട്ട്. ഇത് നോട്ട്സ് ആയിരുന്നു, ഇത് നമ്മുടെ റിപ്പോർട്ട്സ് ആണ്. നോട്ട്സോ റിപ്പോർട്ട്സ്, ബിക്കോസ് ഷീറ്റിനകത്തെല്ലാം നോർമലി നമ്മൾ റിപ്പോർട്ട് വർക്കും ടാസ്കും അങ്ങനത്തെ സാധനമായിരിക്കും. സോ ഞാൻ അവിടെ അങ്ങോട്ട് മൂവ് ചെയ്യും.